ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ പുട്ടും മട്ടൺ റോസ്റ്റും ആണ്. അപ്പോൾ മട്ടൺ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ റെസിപ്പി കൂടെ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, കുറച്ച് ചെറിയുള്ളി, കരിവേപ്പില, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടെ ചെറുതായി ചതച്ച് വെക്കണം. അതിൻ്റെ കൂടെ ഗരം മസാലകൾ എടുക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്. 3/4 കിലോ മട്ടനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. കല്ലുപ്പും മൈദയും ചേർത്ത് വൃത്തിയായിട്ട് പലതവണ കഴുകിയെടുത്തിട്ടുള്ള മട്ടനാണിത്. ഇതിലേക്ക് കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, സവാള നീളത്തിൽ അരിഞ്ഞത്, ഹോൾ സ്പൈസസ്, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മട്ടൺ വേകുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മട്ടൺ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഓവർ കുക്ക് ആയിട്ടുമില്ല. ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത്. ബാക്കി പകുതി ഇതുപോലെ ചെറുതായി നുറുക്കി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും, കരിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാൻ മറക്കരുത്. നമ്മൾ ഓൾറെഡി മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിടാൻ. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായി നുറുക്കിയത് ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്തിയ ബേസിക് മസാലകൾ വീണ്ടും ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, പെപ്പർ പൗഡർ ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ വെള്ളത്തോടു കൂടെ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മട്ടൺ ഒരിക്കലും ഓവർ കുക്ക് ആവാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. മട്ടണിലെ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ജീരകം വറുത്ത് പൊടിച്ചത്, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി ഇത് മൂന്നും ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇറക്കാം.
എൻ്റെ മോള് പി ജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾക്കും അവളുടെ ഫ്രണ്ടിനും വേണ്ടി ഞാനിത് പാർസൽ ചെയ്തെടുക്കുകയാണ്. നല്ല മഴയുണ്ട്, നല്ല കുളിർ കാറ്റും തണുപ്പും ഒക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റ്. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. പുട്ടുണ്ടാക്കിയിട്ട് വേണം ഈ മട്ടൺ റോസ്റ്റും ചേർത്ത് പുട്ടും ചേർത്ത് കഴിക്കാൻ.